بسم الله الرحمن الرحيم وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന ശാരീരിക മാനസികമായ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സർവശക്തനായ അല്ലാഹു നമ്മിൽ നിന്ന് ദൂരീകരിച്ച് തെരുമാറാവട്ടെ. ബഹുമാനികൾ, ലോക ചരിത്രത്തിലെ ഏറ്റവും ധിക്കാരിയും അക്രമിയുമായ ഭരണാധിപൻ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആക്രോശിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഗാഫിറിലെ 26-ാമത്തെ വചനത്തിൽ നമ്മൾ കേട്ടത്. വഖാല ഫിർഔൻ പറഞ്ഞു മൂസാ നബിയോട്, ദറൂനി, എന്നെ വിടുക, അഖ്തുലു മൂസ, മൂസയെ ഞാൻ വധിക്കും, വൽ യദ്ഉ റബ്ബഹു, അവൻ അവന്റെ റബ്ബിനെ വിളിച്ചുകൊള്ളട്ടെ, ഇനി അഖാഫു അയുബദ്ദില ദീനക്കും, ഞാൻ അവന്റെ ദീനിനെ ഭയപ്പെടുകയാണ്, ഔ അയുളിഹിറ ഫിൽ അർളിൽ ഫസാദ്, അല്ലെങ്കിൽ മൂസ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യവും ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ അക്രമിയായ ഭരണാധിപൻ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. അഥവാ മൂസയെ പൂർണ്ണമായി ഞാൻ ഇല്ലായ്മ ചെയ്യും, മൂസ ഉയർത്തി പിടിക്കുന്ന ആശയങ്ങളെ ഞാൻ ഭയക്കുന്നു. മൂസ നാട്ടിൽ വേരുറച്ചു കഴിഞ്ഞാൽ അത് എന്റെ അധികാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനെയും ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് മൂസയെ ഞാൻ ഉന്മൂലനം ചെയ്യും എന്നാണ് ഫിർഔൻ പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 26-ാമത്തെ വചനമായി ഈ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാലത്തെയും ദുർഭരണാധിപർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവർ ഭയപ്പെട്ടത് ഇസ്ലാമിനെയാണ്. അത് പൂർവകാലത്തെ അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഇസ്ലാമോഫോബിയ എന്നാണ് ഇന്നത്തെ ഇസ്ലാമിന്റെ ഭയത്തെക്കുറിച്ച് മീഡിയകളിലൊക്കെ പറയാറുള്ളത്. ഇസ്ലാം പേടി. ഇസ്ലാം സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവാനും പാടില്ല. തിന്മകൾക്ക് പകരം നന്മകൾ സ്ഥാപിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. എന്നാലോ മനുഷ്യനൊക്കെ തിന്മയോടാണ് പ്രത്യേകമായ ഒരു ത്വരയും ഒരു വാസനയും ഉണ്ടാവുക. മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്ന ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് എപ്പോഴും ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. നല്ല വിശ്വാസവും നല്ല കർമ്മവും, അതാണ് ദീനുൽ ഇസ്ലാമിന്റെ മുഖമുദ്ര. സത്യവും നീതിയുമാണ് അതിന്റെ അടിത്തറ. ഇസ്ലാമിനെ നിഷ്പക്ഷമായി പഠിച്ച ഏതൊരാൾക്കും ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ നിലപാടുകൾ, ഇസ്ലാമിന്റെ ഇടപെടലുകൾ, ഇസ്ലാമിന്റെ ഇടപാടുകൾ, അതൊക്കെ നീതിയെയും സത്യത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ലോകത്ത്
നടക്കുന്ന എല്ലാ തിന്മകൾക്കും എതിര് നിൽക്കുന്ന ഏക പ്രത്യയശാസ്ത്രം, ഏക വിശ്വാസ സംഹിത അത് വിശുദ്ധ ദീനുൽ ഇസ്ലാം മാത്രമാണ്. എല്ലാ തിന്മകൾക്കും അതെതിരാണ്. നിങ്ങൾ നോക്കൂ, കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വം ഈ കാലത്തും ഇന്നും ഒരു സാമൂഹിക പ്രശ്നമാണ്. ഈ ലൈംഗിക അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിലവിലെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും. ലിവിങ് ടുഗദർ, ഫ്രീ സെക്സ്, ഹോമോസെക്സ്, മറ്റ് അവിഹിത ബന്ധങ്ങളും ഒക്കെ ഇന്ന് സർവ്വസാധാരണമാണ്. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും മറ്റു സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും പുരോഗമനത്തിന്റെ വാക്താക്കളും ഭരണകർത്താക്കൾ തന്നെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇസ്ലാം വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യപാനം ഒക്കെ ഏറ്റവും വലിയ നാശകാരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ ഒരു മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ്, ലഹരിയാണ്. ഡ്രഗ് മാഫിയകൾ ആഗോളതലത്തിൽ തന്നെ ഇന്ന് വ്യാപകമാണ്. ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണക്കുന്ന ഭൗതിക ഘടകങ്ങളാണ് ഇന്ന് നാട്ടിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇസ്ലാം ഇതിനൊക്കെ എതിരാണ്. ഇങ്ങനെ ഈ ലഹരിയായാലും അതേപോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വങ്ങളാണെങ്കിലും വഴിവിട്ട അവിഹിത ബന്ധങ്ങളാണെങ്കിലും അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി ഭൗതികമായ ആസ്വാദനങ്ങളാണ്, മറ്റൊന്ന് സാമ്പത്തികമായ ലാഭങ്ങളാണ്. എന്നാൽ അധാർമികമായ ഇത്തരം പ്രവണതകളിലൂടെ നിങ്ങൾ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കരുത്. അത് മനുഷ്യ സമൂഹത്തിന്റെ സുഗമമായ ജീവിതത്തിന് അപകടമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് തെറ്റാണ്, അധാർമികമാണ്, കുറ്റമാണ്, തെറ്റുമാണ്, കുറ്റവുമാണ്. ഇതുപോലെ എല്ലാ അരുതായ്മകൾക്കും ഇസ്ലാം എതിർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും മറുപക്ഷത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകും. ഇസ്ലാം ഭരണകർത്താക്കൾക്കും ഭൗതികവാദികൾക്കും ഈ ദുനിയാവിന്റെ ആളുകൾക്കും എതിര് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ സുഖലോലുപത, അവരുടെ ചൂഷണങ്ങൾ, അവരുടെ അധികാരങ്ങൾ അതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ ഇസ്ലാമിനെ പേടിയാണ്. അതാണ് ഇസ്ലാം പേടിയുടെ ഒരു കാരണം. നേരമറിച്ച് മുസ്ലിമീങ്ങളുടെ ചില ചെയ്തികൾ കൊണ്ടൊന്നുമല്ല. ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും അരുതായ്മകൾ ചെയ്യുമ്പോൾ ആ അരുതായ്മ കാരണമാണ് മുസ്ലിമീങ്ങളോട് വെറുപ്പ്, ഇസ്ലാമിനോട് പേടി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നേരമറിച്ച് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത പദ്ധതി ആവിഷ്കരിച്ചു ഇസ്ലാം. അത് ഈ പറയപ്പെട്ട തിന്മകളുടെ ശക്തികൾക്കൊക്കെ എതിരാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാം എതിർക്കപ്പെടുന്നു. ഇസ്ലാമിനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് നിരന്തരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മൂസ, നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കും, ഞാൻ മൂസയെ വധിക്കട്ടെ, ഇല്ലായ്മ ചെയ്യട്ടെ, ഉന്മൂലനം ചെയ്യട്ടെ. ഇസ്ലാം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഭരണകൂട ഭീകരതയുടെ എന്നത്തെയും ഒരു സ്വഭാവമായിരുന്നു. ആ വംശീയ ഉന്മൂലന സിദ്ധാന്തങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ പോലും അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വംശീയ ഉന്മൂലനം, അതിനുവേണ്ടി കഠിനമായ പീഡനങ്ങൾ അവർ നടത്തും. പീഡനങ്ങളുടെ ഒരു പർവ്വതം തന്നെ അവർ സൃഷ്ടിക്കും. തല്ലിക്കൊലകൾ അവർ നടത്തും, കൊലപാതകങ്ങൾ നടത്തും, കൂട്ടക്കൊലകൾ നടത്തും, നാടുകടത്തൽ ഉണ്ടാവും, പൗരത്വം പോലും നിഷേധിക്കും. ഇതൊക്കെ വംശീയമായ ഉന്മൂലനത്തിന്റെ ചില ഭാഗങ്ങളാണ്. ഇത് എല്ലായിടത്തും സംഘടിതമായും വ്യവസ്ഥാപിതമായും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഭരണകൂടം ചുട്ടെടുക്കുന്ന ഓരോ നിയമങ്ങൾക്ക് പിന്നിലും വളരെ കൃത്യമായ അജണ്ടയുണ്ട്. അത് വംശീയമായ ഉന്മൂലന അജണ്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, പൗരത്വ ഭേദഗതി ആക്ട് വന്നു, വഖഫ് ഭേദഗതി ആക്ടും വന്നു, മുത്തലാഖ് നിരോധന നിയമവും പാസാക്കി. അങ്ങനെ ഓരോരോ നിയമങ്ങളുമൊക്കെ
കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമികമായ പ്രത്യയശാസ്ത്രത്തിനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഭരണകർത്താക്കൾക്ക് എപ്പോഴും ഇസ്ലാം ഒരു വെല്ലുവിളിയാണ്, ഇസ്ലാമിനൊരു പേടിയാണ്. അതവർ പറഞ്ഞുകൊണ്ടിരിക്കും നിരന്തരം, യാതൊരു ബോധവുമില്ലാതെ, ഒരു മതേതര ഇന്ത്യയിലാണ് എന്നൊരു ചിന്തയില്ലാതെ, ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്നൊരു ബോധമില്ലാതെ നിരന്തരം അവര് വംശീയമായി വർഗീയമായി സംസാരിച്ചു കൊണ്ടിരിക്കും. ഇപ്പോ നമുക്കറിയാം SIR ആണല്ലോ ഇപ്പൊ ചർച്ച, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഈ ഇരിക്കുന്ന നമ്മിൽ ഒരാൾക്കും ഇന്ന് ഇപ്പൊ ഈ നിമിഷത്തിൽ വോട്ടില്ല. അത് മൊത്തം അറിയിപ്പിച്ചു, ആർക്കും ഇന്ന് വോട്ടില്ല. ഇനി നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്മാരാണ്, ഒരു പൗരത്വമുള്ള ഒരു വോട്ടർമാര് ആകണം എന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പൗരൻ ആയി മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ കൊടുത്ത് പുതിയ വോട്ട് പട്ടികയിലേക്ക് നമ്മൾ പേര് ചേർക്കണം. ആ നിയമം പാസ്സാക്കി, അത് ഉത്തരവായി. അത് പുറമെ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആശാവഹമായ നല്ല കാര്യമാണ്, ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒളിയാട് അജണ്ടയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. SIR നടപ്പിലാക്കിയ ബീഹാറിൽ 65 ലക്ഷം പേർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു. കോമൺ ആയിട്ട് നമ്മൾ പറയാം, 65 ലക്ഷം പേര് ഇതിന്റെ മുമ്പ് വോട്ട് ചെയ്യാത്ത ആൾക്കാരായിരുന്നോ? അവർക്ക് വോട്ടുള്ള ആൾക്കാരായിരുന്നോ? അത് രണ്ടാം കിട പൗരന്മാരായി വോട്ടവകാശമില്ലാത്ത ഒരു ജനതയായി ഒരു വിഭാഗത്തെ ആക്കി മാറ്റുക എന്നുള്ള അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായും നമ്മൾ സംശയിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പദ്ധതികളുമായി നമ്മളെ സർക്കാരൊക്കെ വരുന്ന സമയത്ത് അത് നമ്മൾ പുറമെ നിൽക്കാൻ പാടില്ല. ആ ഉത്തരവ് നമ്മൾ പാലിക്കണം. എന്തുകൊണ്ടെന്നാൽ എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു സംശയത്തിന്റെ മുൾമുനയിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അകത്താക്കൽ അല്ല, പുറത്താക്കൽ ആണോ ഇതിന്റെ പിന്നിൽ ലക്ഷ്യമെന്ന് ന്യായമായും നമ്മൾ സംശയിക്കണം. മറ്റൊന്ന്, ഇസ്ലാമിക സംസ്കാരങ്ങൾ, ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ്. ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മുസ്ലിം അടയാളങ്ങൾ ഇല്ലാതാക്കുക ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. ഔറംഗാബാദിന്റെ പേര് മാറ്റി, അലഹബാദിന്റെ പേര് മാറ്റി, അഹമ്മദാബാദിന്റെ പേര് മാറ്റി, 35 സ്ഥലങ്ങളുടെ പേര് തന്നെ മാറ്റി, റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി. ആലോചിച്ച് നോക്കൂ, നിഷ്പക്ഷമായിട്ട് ഇതൊരു വംശീയമായ ഒരു ഉന്മൂലന സിദ്ധാന്തമല്ലേ? ആ പേര് മാറ്റിയിട്ട് ഒരു ജനാധിപത്യപരമായ മതേതരമായ ഒരു പേരാണ് ഇട്ടതെങ്കിലൊക്കെ അങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ തീർത്തും ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, അരികിവൽക്കരിക്കുന്ന അതിഭീകരമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ച മുഗളന്മാർ അവരുടെ ശേഷിപ്പുകളല്ലാതെ ഈ രാജ്യത്ത് എന്താണുള്ളത്? മുഗൾ ഭരണാധിപൻ ഔറംഗസീബ്, വല്ലാത്ത വിരോധമാണ് ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇക്കൂട്ടർക്ക്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നല്ലൊരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. ശരീഅത്ത് പരമാവധി നടപ്പാക്കാൻ ശ്രമിച്ച സാത്വികനായ പണ്ഡിതനായ ഒരു ഭരണാധിപനായിരുന്നു. 49 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഈ രാജ്യത്തെ മുസ്ലിം രാജ്യമാക്കിയിട്ടില്ല. മുഗളന്മാർ ആരും മുസ്ലിം രാജ്യമാക്കിയിട്ടില്ല, അങ്ങനെ ആക്കുകയുമില്ല. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഔറംഗസീബിന്റെ മുഴുവൻ അടയാളങ്ങൾ എടുത്തു കളയാം. അങ്ങനെ ഓരോരോ അടയാളം എടുത്തു കളഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ, മതേതര ഇന്ത്യയിൽ എന്താണ് അവശേഷിക്കുക? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ PM ശ്രീ വിവാദവും ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. ഇതിലും ഒരു ഒളിയജണ്ടയുണ്ടോ നമ്മൾ പരിശോധിക്കണം. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റിസൈൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം? വളരെ ആശാവഹമായ ലക്ഷ്യമാണ്. രാജ്യത്തെ സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുക, സൗകര്യങ്ങളും ഗുണമേന്മയുമുള്ള വിദ്യാഭ്യാസവും ഉൾക്കൊള്ളുന്ന മോഡൽ സ്കൂളുകളാക്കി നമ്മളെ സ്കൂളുകളെ മാറ്റുക. വളരെ സന്തോഷമാണ്. പക്ഷേ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, നമുക്കറിയാം. വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം? അത് വളരെ കൃത്യമായി
ഉച്ചസ്ഥരം നമുക്ക് പറയാൻ സാധിക്കണം, അത് ഹിന്ദുത്വ അജണ്ടയാണ്. ഹിന്ദു സഹോദരന്മാരോട് നമുക്ക് വെറുപ്പൊന്നുമില്ല, പക്ഷെ അതൊരു അജണ്ടയാണ്. ഏവർക്കും ആ കാര്യം അറിയാം. ഹിന്ദുത്വ സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ അത് കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുപോകും. ഇതൊക്കെ കൃത്യമായ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന, ഈ വിഷയം പഠിച്ച സാമൂഹിക നേതാക്കന്മാരും ബുദ്ധിജീവികളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പറയുന്ന കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ 3 ഭാഷകൾ ഉണ്ടാവുള്ളൂ. 3 ഭാഷകൾ എന്ന് പറഞ്ഞാൽ അറബിക്ക് അതിൽ സ്ഥാനമില്ല, ഉറുദുവിന് അതിൽ സ്ഥാനമില്ല. അറബിയും ഉറുദുവും ഒന്നുമില്ലാതെ, മുസ്ലിം നാമങ്ങളും മുസ്ലിം പേരുകളും ഇല്ലാതെ എന്ന് മതേതരത്വ ഇന്ത്യയാണ്. അറബി ഭാഷ പാടില്ല എന്ന് പറയുകയാണ്, എന്നാൽ ഹിന്ദി ദേശീയ ഭാഷയാണ്. ആലോചിച്ച് നോക്കൂ. ഹിന്ദിയിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ചാറ്റ് GPT ഒന്ന് പരിശോധിച്ച് നോക്കൂ. അറബി ഭാഷയിൽ ഉൾക്കൊള്ളുന്ന ഹിന്ദി പ്രയോഗങ്ങൾ ഒരുപാട് കാണും. കിതാബ്, കലം, ഹഖ്, ഹഖീഖത്ത്, അദ്ല്, ഹുകൂമത്ത്. കിതാബ് പുസ്തകം, കലം പേന, ഹഖ് സത്യം, ഹഖീഖത്ത് യാഥാർത്ഥ്യം, അദ്ല് നീതി, ഹുകൂമത്ത് ഭരണം. ഇതൊക്കെ അറബി മൂലകങ്ങളാണ്. ഈ അറബി മൂലകങ്ങളിൽ ആ ഭാഷയാണ് ഹിന്ദിയിലുള്ളത്. അപ്പൊ ഹിന്ദി ഭാഷ ഇനി പറ്റൂല, കാരണം അതിൽ അറബി ഉണ്ടെന്ന് പറയേണ്ടി വരുമോ? എത്രമാത്രം വിചിത്രമാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ജാഗ്രതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിം വിരുദ്ധ നരേറ്റീവുകൾ പടച്ചുവിടുമ്പോൾ നാം ഈ ഘട്ടത്തിലൊന്നും പതറിപ്പോകരുത്. നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന ബുദ്ധിയോടുകൂടി നമ്മൾ അതിനെ സമീപിക്കണം. ഇതൊരു സമുദായത്തിന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ചില കാര്യങ്ങളാണ്. മഹാനായ സ്വഹാബി ഖബാബ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് ചോദിച്ചു, വലഖദ് ലഖീന മിനൽ മുശ്രിക്കീന ശിദ്ദ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് മുശ്രിക്കീങ്ങളിൽ നിന്ന് വല്ലാത്ത അക്രമങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്, വല്ലാത്ത പ്രയാസം നേരിടുന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ തദുല്ലാഹ, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പടച്ചവനോട് ദുആ ചെയ്യണം. ഫഖഅദ വഹുവ മുഹ്മറും വജൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖബാബ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തെ മാംസം എല്ലിൽ നിന്നും വേർപ്പെടുന്ന തരത്തിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ചീകപ്പെട്ടിരുന്നു. പക്ഷേ അവരെ അവരുടെ നിലപാടിൽ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. ഈർച്ചവാൾ ഉപയോഗിച്ച് തലയുടെ ഉച്ചിയിൽ നിന്നും ശരീരം 2ആയി പിളരുന്ന തരത്തിൽ മുറിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവരെ അവരുടെ നിലപാടിൽ നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബാബിനോട് പറഞ്ഞത്. അതിന്റെ താല്പര്യം എന്താണ്? പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, വെല്ലുവിളികള്, നിയമങ്ങള്, ആക്ടുകള് എല്ലാം അറിഞ്ഞും അറിയാതെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ വരും. CAA വന്നപ്പോ നാട് നീങ്ങണ പ്രക്ഷോഭ പരിപാടികളൊക്കെ ആയി. അപ്പോ വളരെ ആസൂത്രിതമായിട്ട്, വളരെ തന്ത്രപരമായിട്ട് ഓരോ നിയമങ്ങൾ ചുട്ടെടുത്ത് അത് ചെയ്യാൻ നമ്മയൊക്കെ നിർബന്ധിപ്പിക്കുന്ന ഒരു പ്രവണത. അതാണ് നേരത്തെ പറഞ്ഞത്. അത് ഒരു വംശീയമായ അധിക്ഷേപത്തിന്റെയും വംശീയമായ ഉന്മൂലന സിദ്ധാന്തത്തിന്റെയും ബാക്കി പത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഘട്ടത്തിൽ അള്ളാഹുവോടുള്ള സഹായമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് നമുക്ക് വർദ്ധിപ്പിക്കാനുള്ളത്. ഈ രാജ്യത്തിന്റെ നിയമം കണിശമായി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. ഈ രാജ്യത്തിന്റെ മതേതരത്വം ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളും ഒരു ഭരണാധിപന്റെയും ധിക്കാരങ്ങളും ഒരു ഭരണാധിപന്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിലത്ത് വലിച്ചെറിയാതിരിക്കുക എന്നുള്ള ശക്തമായ നിലപാടാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅന്നഹാദി സിറാത്തി മുസ്തഖീമാ, ഇതത്രേ ചൊവ്വായ, ഇതത്രേ നേരായ മാർഗം, ഫത്തബിഊ, അതിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക, അതിൽ നിങ്ങൾ പിൻപറ്റുക.
വലാ തത്ബിഉസ് സുബുൽ, ആരെങ്കിലും ഭയന്നുകൊണ്ട് മറ്റുള്ള വഴികളിലേക്ക് നിങ്ങൾ ചീറിപ്പോകാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ യഥാർത്ഥമായ വഴിയിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ടു പോയേക്കാം എന്ന് അല്ലാഹു തആല നമ്മ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ വൈകാരികമായി അതിനെ സമീപിക്കാതെ വളരെ യുക്തമായും തന്ത്രമായും ഹിക്മത്തോടുകൂടിയും അതിനെ സമീപിക്കുകയും സക്രിയമായി നാം ഇടപെടുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.